എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഡ്രീം ജേണിയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും പരിചയം തോന്നുന്ന ഒരു വീടായിരിക്കും കേട്ടത്. കാരണം ഇതെൻ്റെ കസിൻ്റെ വീടാണ്. ഞാൻ ഇവിടെ നിന്ന് ഒരു 2-3 എപ്പിസോഡായിട്ട് ഇവരുടെ ഗാർഡൻ ടൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്കൊക്കെ ഈ ഒരു വീടും ഈ ഒരു ഇതൊക്കെ പരിചയം ഉണ്ടാവും, ആ ഒരു ചെടികളൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ അന്ന് തന്നെ എടുത്തൊരു എപ്പിസോഡാണെങ്കിലും അന്ന് ഇടാൻ പറ്റാണ്ട് കുറച്ച് ലേറ്റ് ആക്കി ഇടുന്ന ഒരു എപ്പിസോഡാണ്. ഇവരുടെ വീടിൻ്റെ കുറച്ച് വിശേഷങ്ങൾ. അപ്പൊ നമ്മള് ആ വീട്ടിൽ നിന്ന് ഫസ്റ്റ് തന്നെ കയറുന്നത് ഈ ഒരു ഗസ്റ്റ് റൂമിലോട്ടാണ് കേട്ടോ. ഇത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇവിടെ ഒരു തേക്ക് വെട്ടി 10ൽ പഠിക്കുന്ന സമയത്ത് ആ തേക്ക് വെട്ടിയപ്പോ ആ തേക്കിന്റെ പേര് എടുത്തിട്ട് പെയിന്റ് ചെയ്ത് വെച്ചു, പോളിഷ് ചെയ്തു, ലാക്കർ. അപ്പോൾ നോർമലായിട്ട് നമ്മുടെയൊക്കെ ഗസ്റ്റ് റൂമിലുള്ള പോലെ തന്നെ നല്ലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 ഷെൽഫ് ഉണ്ട്. സുവനീറുകൾ വാങ്ങിക്കുന്നത് സൂക്ഷിച്ചു വെക്കാറുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോ ഓർമ്മ വരുന്ന സാധനം. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് എല്ലാം അറിയാം, ചേക്കുട്ടി പാവ. നമ്മുടെ ചേതമംഗലത്ത് കൈത്തറിക്കാര് പ്രളയത്തിന്റെ സമയത്ത് ഒരു പദ്ധതിയായിട്ട് നടത്തിയ ഒരു സാധനം. അത് ഫെഡറൽ ബാങ്ക് ഏറ്റെടുക്കുകയും ഇങ്ങനെ കുറെ പേർക്ക് ധനശേഖരാർത്ഥം അത് മീഡിയയിലെല്ലാം സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ചേക്കുട്ടി പാവ. പിന്നെ ഇത് ഞാൻ ഓരോ സ്ഥലത്ത് ഇത് മലേഷ്യക്കാരുടെ പെട്രോമാസ് ടവർ, മലേഷ്യയുടെ ഐക്കോണിക് ബിൽഡിംഗ് ആണല്ലോ പെട്രോമാസ് ടവർ. അതിന്റെ മോഡലാണ്, ഗ്ലാസ്സിലെ അതിന്റെ മോഡല്. പിന്നെ ഇത് മൊറോക്കോയിലെ സജിൻ എന്ന് പറയുന്ന ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പാത്രം സജിൻ. അതുപോലെ ഇത് ചൈനീസ് ടീ സെറിമണിക്ക് ഉപയോഗിക്കുന്ന ഒരു പാത്രം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആംസ്റ്റർഡാമിലെ ക്ലോക്ക് ഷൂസ്. അതുപോലെ ഇത് ഹോളണ്ടിലെ ക്ലോക്ക് ഷൂസ്. ഇത് ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടി ഒരു മെറ്റലിൽ ഉണ്ടാക്കുന്നതാണ്, അതൊരു അലോയാണ്. അതിന്റെ കോമ്പിനേഷൻ ആണ് ചെയ്യുന്ന ഫാമിലീസിന് മാത്രമേ അറിയുള്ളൂ. ആറന്മുളയിലുള്ള കുറച്ച് ഫാമിലീസ് ആണ് അത് ചെയ്യുന്നത്. അത് സാധാരണ മിററിനേക്കാൾ ക്വാളിറ്റി ഉണ്ട്, നമ്മുടെ ക്ലിയർ ഇമേജ് ഉണ്ടാവും. അത് സത്യത്തിൽ ആറന്മുള കണ്ണാടി നമ്മൾ കൂടുതൽ അതിനെ മാർക്കറ്റ് ചെയ്യണം. ലോകത്ത് വേറെ എങ്ങും ഇല്ല ഇത്രയും ക്വാളിറ്റി ഉള്ളൊരു മിറർ ആറന്മുള കണ്ണാടി. ഇത് പല വലിപ്പത്തില് ഉണ്ട്, ചെറിയൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ഗസ്റ്റ് റൂമിൻ്റെ ഒരു കോർണറിലായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇല്ലിയൊക്കെ ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇങ്ങനൊരു പ്ലാന്റിൻ്റെ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ക്ലോക്ക് ഷൂവും വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഗസ്റ്റ് റൂമിൻ്റെ അവിടെ നിന്ന് അകത്തോട്ട് കിടക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ സ്റ്റെയർ കേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ എന്തൊക്കെയാണ് വെച്ചേക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാൻ ആംസ്റ്റർഡാമിൽ പോയപ്പോ അവിടെ റെഡ് ഓഫ് ലീവ്സ് കണ്ടു. അപ്പൊ അത് കുറെ കറക്കിക്കൊണ്ടു, അതൊന്ന് ഫ്രെയിം ചെയ്ത് വെച്ചത്. അപ്പോൾ ഇതെന്തായാലും കൊള്ളാട്ടോ. ഇങ്ങനെ നമുക്ക് കിട്ടുന്ന വിലപ്പെട്ട ഇലകളൊക്കെ ഉണ്ടാവില്ലേ, ആ ഇലകളൊക്കെ നമുക്ക് ഇതേപോലെ ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 2 ഗുണമുണ്ട്. നമുക്കൊന്ന് അവിടെ ഒരു ആരും ചെയ്യാത്തൊരു സംഭവം നമുക്ക് ചെയ്യാനും പറ്റും. അത് മാത്രമല്ല ആ ഒരു പോയ സ്ഥലത്തിൻ്റെയൊക്കെ ഒരു മെമ്മറീസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതും ആംസ്റ്റർഡാമിലെ റെഡ് ഓക്ക് ലീവ്സ്. അത് ഞാനിങ്ങനെ കറക്കിയെടുത്തിട്ട് അതിവിടെ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്യും. അത് നമുക്ക് ഫ്രെയിം ചെയ്യുന്നതിന് അധികം രൂപയൊന്നുമില്ല, ഒരു 500-600 രൂപയുണ്ടെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രെയിം കിട്ടും. അതിനനുസരിച്ച് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, ഒരു പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നിൽക്കാവുന്നത്. നമ്മളത് ചെയ്തതിന് ശേഷം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പുറകിലായിട്ട് ഞാൻ കാണിച്ചത് ഞങ്ങൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. നമ്മളൊരു സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പല ബാലമ്പാറ്റ ഒക്കെ കയറി ഇത് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഒരു 600 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഫ്രെയിം കിട്ടും. ഈ ഒരു സ്റ്റെയർ കേസിന് കയറി വരുമ്പോൾ അതിൻ്റെ ഒരു കോർണറിലായിട്ട് ഇതേപോലെ ഒരു ആർട്ടിഫിഷ്യൽ സൂര്യകാന്തിയൊക്കെ സെറ്റ്. ഇതൊരു വീട്ടിലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. ഒരു കുടുംബമുണ്ട്, ഇടയ്ക്ക് ശബ്ദം കേൾക്കാറുണ്ട്. നമ്മളധികം അതിന്റെ അടുത്തോട്ട് പോവാറില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ
കിളി ആ കൂട് ഉപേക്ഷിച്ച് പോകും കിളികൾ. അപ്പോൾ അത് നമ്മൾ ലൈറ്റ് പോലും ഇടാറില്ല, കാരണം അതിൽ കറണ്ടൊന്നും വരാത്ത വിധത്തിൽ. അപ്പോൾ വീടിൻ്റെ ബാൽക്കണിയിലാണ് നമ്മൾ ആ ഒരു കിളിയൊക്കെ കൂടുകൂട്ടിയേക്കണ കണ്ടത്. ഇനി അവിടെ നിന്ന് നോക്കുമ്പോൾ താഴോട്ടുള്ള ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഗാർഡനൊക്കെ നമ്മൾ മുന്നേ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സിങ്കോണിയം, സ്പൈഡർ പ്ലാന്റ്, പിന്നെ ഫിലോഡെൻഡ്രോൺ, പിന്നെ കുറച്ച് ചെടികളുടെ പേര് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ കുറച്ച് ചെടികളുണ്ട്. പിന്നെ ആ ഒരു യെല്ലോ പോട്ട് കണ്ടില്ലേ, അതൊക്കെ എൻ്റെ കസിൻ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ അടിപൊളി വീഡിയോസൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ നമ്മുടെ ആ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് റയാനക്കുട്ടൻ്റെ ഊഞ്ഞാലയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഒരു കോർണറിലായിട്ട് തന്നെയാണ് കേട്ടോ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തേക്കണത്. അപ്പം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ആ ഒരു പ്ലാന്റ് വെച്ചേക്കുന്ന സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ നമ്മൾ ഡൈനിങ് ഹാളിലോട്ട് തിരിയാണ്. അപ്പോൾ അവിടെയാണ് TV അറേഞ്ച് ചെയ്തേക്കുന്നത്. സക്കുലൻസ് കുറച്ചേ വെച്ചിട്ടുള്ളൂ, കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് ഒരു വേസ്റ്റ് കിടന്നിരുന്ന ഒരു ഷീറ്റുകളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് സ്റ്റാൻഡ്. കുറച്ച് സക്കുലൻസ് ഉണ്ട്, ഇനി കൂട്ടണം. പക്ഷെ സക്കുലൻസ് വെച്ചിട്ട് പറ്റുന്നില്ല, ചിലതൊക്കെ നശിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ലിമിറ്റ് ചെയ്തിരിക്കുക. ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വെള്ളമൊക്കെ കൂടുതലൊന്നും ഒഴിക്കാൻ പാടില്ല. വളരെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലും 2 ആഴ്ച എത്തിയിട്ടും ഒഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലവർ പറയുന്നുണ്ട് വെള്ളം കൂടുതൽ ഒഴിച്ചും ആ ദിവസം പുറത്ത് വെക്കണം, വെയിൽ അത്യാവശ്യം പുറത്ത് വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും എടുത്ത് വെക്കണം. എന്തായാലും ആ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷനും ഉണ്ട്. അപ്പൊ ഞാൻ ലാസ്റ്റ് എന്റെ ഒരു ട്രാവലോഗ് ഉണ്ട്. ഇത് ഞാൻ എഴുതിയ പുസ്തകമാണ്, കാഴ്ചകളുടെ കാണാപ്പുറങ്ങൾ തേടി. അത് HNCBooks.com ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ മലേഷ്യ, മൊറോക്കോ, അമേരിക്ക, ആംസ്റ്റർഡാം അങ്ങനെ 4 സ്ഥലങ്ങളിൽ പോയപ്പോഴുള്ള എന്റെ അനുഭവങ്ങൾ, നേരിട്ട് കണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ, അതുപോലെ നമുക്ക് പഠിക്കാവുന്ന, നമുക്ക് ഫോളോ ചെയ്യാവുന്ന കാര്യങ്ങൾ, അതുപോലെ നമ്മളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ അവർ മെച്ചപ്പെട്ടതുണ്ട്, അതുപോലെ അവിടുത്തെ കുറവുകൾ. കാരണം നമ്മുടെ പല നന്മകളും, നമ്മുടെ നാടിന്റെ പല ഗുണങ്ങളൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോഴേ അറിയുള്ളൂ. അപ്പൊ അതൊക്കെ അറിയാനായിട്ട് എല്ലാ അനുഭവങ്ങളും കൂടി എഴുതിയിട്ടുള്ള പുസ്തകമാണ് കാഴ്ചകളുടെ കാണാപ്പുറങ്ങൾ തേടി. ഇതിന് റിവ്യൂ ഫോർവേഡ് എഴുതിയിരിക്കുന്നത് പ്രശസ്ത സിനിമാതാരം സെലിംകുമാർ സാറാണ്. അപ്പൊ എല്ലാവരും ഇത് വായിക്കുക, ഇതിലെ കുറവുകളൊക്കെ പറയുക, അതുപോലെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി, നമസ്കാരം. അപ്പോൾ ഇതൊരു ചെറിയ, ഈ വീടിനെ കുറിച്ചുള്ളൊരു ചെറിയ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൽ റൂംസൊക്കെ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ പ്രീ പ്ലാൻഡ് ആയിട്ട് വന്നതല്ല ഹോം ടൂർ എടുക്കാനേ. അപ്പോൾ അതൊന്നും അങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി വേറൊരു ദിവസം പോയിട്ട് റൂം ടൂറും അതിൻ്റെ കിച്ചൺ ടൂറും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.